ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ ടോപ്പിക്കാണ് ഫ്രണ്ട്സ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട്ഷിപ്പിൽ നമ്മളിപ്പോൾ എൻ്റെ സൗഹൃദത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ല എന്നാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ്. ഓൾ ഓവർ ദ വേൾഡിൽ തന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ സൗഹൃദ ബന്ധം എങ്ങനെ നിലനിർത്താം, സൗഹൃദ ബന്ധം എങ്ങനെ ഉയർത്താം എന്നാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്ന് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക ഫ്രണ്ട്സ്. അതിനുള്ള അടുത്ത വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കാണുകയും ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് വേണ്ടതെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ടതുപോലെ ഫ്രണ്ട്ഷിപ്പിൽ നേരിട്ടിട്ട് അവരുടെ അടുത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആശയവിനിമയ ശേഷി ഇതാണ് ഏറ്റവും വലിയ ഘടകമാണ് എന്നുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത്. ആശയവിനിമയ ശേഷി നല്ലതാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇതാണ് ഏറ്റവും ഫ്രണ്ട്ഷിപ്പിന് സുഹൃത്ത് ബന്ധത്തിന് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഉതകുന്ന ഒരു പോയിൻ്റാണിത്. ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ലൊരു ആശയവിനിമയ ശേഷി, മറ്റുള്ളവരുടെ മനസ്സിന് നന്മ തോന്നുന്ന രീതിയിൽ ആശയവിനിമയ ശേഷി ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു സൗഹൃദ ബന്ധത്തിന് ഉടമയായിരിക്കുമെന്ന് ഉറപ്പാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നല്ലൊരു ആശയവിനിമയ ശേഷിയാണ്. ഇതുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും എന്നാണ്. ഇപ്പം ഞാൻ മറ്റുള്ളവരുടെ ആശയവിനിമയ ശേഷി ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവരെ നല്ലൊരു രീതിയിൽ പരിഗണിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ആശയവിനിമയ ശേഷി ഉണ്ടാവുക. അങ്ങനെയാണെങ്കിലാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക ഫ്രണ്ട്സ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ആശയവിനിമയ ശേഷി പല രീതിയിലുണ്ട്. നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാം മറ്റുള്ളവരോട്, മോശം രീതിയിൽ സംസാരിക്കാം. നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മോശം രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ജീവിതവും മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ആശയവിനിമയ ശേഷി ഉണ്ടാക്കുക. നിങ്ങളുടെ ആശയവിനിമയം മറ്റുള്ളവരുടെ ആയിട്ടുള്ള ആശയവിനിമയം നല്ലതായിരിക്കുക. തെറ്റായ കാര്യങ്ങളൊന്നും പറയാണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോയി സൗഹൃദത്തിൽ ഏർപ്പെട്ടിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തെറ്റായ രീതിയിലേക്കാണ് പോകുന്നത്, മോശം രീതിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ആശയവിനിമയ ശേഷി നിങ്ങളുടെ സംസാരം തെറ്റാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ആശയവിനിമയ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സുഹൃത്ത് ബന്ധവും നല്ലൊരു ഫ്യൂച്ചറും നല്ലൊരു ഭാവിയും സുഹൃത്ത് ബന്ധത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യുക ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. ഈ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്.